ആണ് സിനിമയെന്നല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാധ്യമം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്പുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ക്രിറ്റിസൈസേഴ്സ് നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അതൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടത്. അവരൊക്കെ സിനിമ കണ്ടിട്ട് അവരതിനെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു വർഷത്തെ എഫേർട്ട്, ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനം റിലീസ് ചെയ്യുന്ന നമ്മൾ ഞായറാഴ്ച ഇതുപോലൊരു ഈവൻ്റ് ഇവിടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞായറാഴ്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊങ്കാല എന്നൊരു ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഞായറാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എത്ര പേരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഐ കാൻ ഡു ദാറ്റ്. ജസ്റ്റ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റിയത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇവിടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഈ 5-ാം തീയതി റിലീസ് ചെയ്തത്. ഈ 5-ാം തീയതി എന്ന് പറഞ്ഞ ഡിസംബർ 5-ാം തീയതി മമ്മൂക്കയുടെ, ഇവിടുത്തെ സിംഗം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. ഞങ്ങൾക്കിടയിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധികൾ അതിനനുവദിച്ചില്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കും, എന്താണ് മാറ്റിവെച്ചുകൂടെ ജനുവരിക്കോ ഫെബ്രുവരിക്കോ അടുത്ത വർഷത്തേക്ക്? അതൊന്നും സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമയാണിത്. ശ്രീനാഥ് ബാസിയെ പോലൊരു ആർട്ടിസ്റ്റിനെ, ഞാൻ അവരെ ചെറുതാക്കി പറയുന്നതല്ല, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഇത് റിലീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കടമയായി മാറി. പല സ്ഥലത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ സംഭവം കളങ്കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം, ആദ്യത്തെ ദിവസം 25 lakhs, വെറും 25 lakhs ആണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 23 ആയി. അപ്പോൾ തളർന്നു പോയി സത്യത്തിൽ. 2 ദിവസമായപ്പോഴത്തേക്കും, അതായത് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ 3-ാം നാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി ഇവിടെ വെച്ചത്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം മിനിമം ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾക്കിടയിലും വരുന്ന മെസ്സേജുകൾ മാത്രം ഞാൻ ഓൺലൈനിൽ ഞാൻ വയ്ക്കാം. അത്രയധികം ആളുകൾ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത എഫേർട്ട് ചുമ്മാതല്ല. ഒരു യൂട്യൂബർ, അതായത് ഞാൻ മാധ്യമങ്ങളെല്ലാം പറയുന്നത്, അതായത് ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. എന്തെന്ന് അയാൾ പറയുന്നത്, സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചറുള്ളൂ, അയാളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വ്യൂസ് ഉള്ളൂ. പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലത്തും വിട്ട് ഒരു 3 മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചിലവാക്കുന്ന സമയം കഥയുണ്ടാക്കാനാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. എൻ്റെ വീട്ടിലൊരു 3 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ റെഡി ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബറിൽ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയുകയാണ് അതിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്, സത്യം പറയാം. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എനർജിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഡബിൾ മടങ്ങ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു സിനിമ, ഇനി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പൊങ്കാല മാത്രമല്ല, ഇനി വരുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ.
ഒരു 50% പേരാണ് നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചു 100-ൽ. ഈ 50 പേർക്ക് കാണാനുള്ള അവസരം പോലും കൊടുക്കാത്ത രീതിയിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് റോങ് ആണ്, അത് തെറ്റല്ലേ, അത് ചെയ്യാൻ പാടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മ കാണുന്ന നല്ല സിനിമകൾ ഉണ്ടായിരുന്നോ? ഉണ്ടാവൂല, എല്ലാം നശിച്ചു പോയാനെ. കലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാൻ സമയമായിട്ടില്ല. ഞാൻ അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ, വളരെയധികം സന്തോഷം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ ഒരു പ്രസ് മീറ്റിംഗ് വെച്ചതും നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ തന്ന സപ്പോർട്ടിലാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ വന്ന് കയറുന്ന സമയം വരെ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. അതും വിളിച്ച് പറഞ്ഞത്, ഇവിടെ വൈപ്പിൽ ഭയങ്കരമായിട്ട് വൈപ്പിൻ, അതായത് നടന്ന സംഭവം അവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ കഥ നടന്ന ഏരിയ അതാണ്. അവിടെ നിന്ന് ഒരു കോൾ വന്നിട്ട് പറഞ്ഞത് ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എന്നാണ്. അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ നാളത്തേക്ക് ഒരു 4-5 സ്ക്രീൻ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നാളത്തേക്ക് 1-2 സ്ക്രീൻ പ്രധാനപ്പെട്ട സിനിമ തിയേറ്ററുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കാരണം അറിയാലോ, മമ്മൂക്കയെ പോലുള്ള ഒരാളുടെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ബാധിച്ചു. അത് തന്നെയാണ് ബാധിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ്, ഞാൻ കാരണം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് 2-3 ദിവസം മുന്നേ ഞാൻ പ്രിവ്യൂ വെച്ചത് പോലും യങ്സ്റ്റേഴ്സിനായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് ഞാൻ റിലീസ് ചെയ്യുള്ളായിരുന്നു. ആസ് എ ഹ്യൂമൻ ബീങ് ഐ ഹാവ് ദ കോമൺ സെൻസ്. ഞാനത് ചെയ്തു. അവർ തന്ന കോൺഫിഡൻസിൽ മാത്രമാണ് 5-ാം തീയതി റിലീസ് ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് സിനിമ കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയാണ്. ദൈവം സഹായിച്ച് ഇപ്പം എന്തായാലും തിയേറ്ററുകൾ കൂടുന്നു, നല്ല രീതിയിൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ നല്ല കളക്ഷനായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ഉടനെ ഞങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല സഹകരണവും എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.